ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റായിട്ട് കേട്ടോ. അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കാട്ടും കുറച്ച് കുറവ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറവെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടെടുത്താൽ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നല്ല തണുപ്പട്ടോ, ഇവിടെ വെളിച്ചെണ്ണ കട്ടിയായിട്ടായിരിക്കണേ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും അങ്ങനെ വയ്ക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 1 ടീസ്പൂൺ കാട്ട് കുറച്ച് കുറവ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി 2.5 ടീസ്പൂൺ കുരുമുളകും, മൊത്തത്തിലുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ഏലക്കായും ഗ്രാമ്പും പറ്റയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടെടുക്കുക. അതിനുശേഷം ഇത് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 സവോള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സിമ്പിൾ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ റെസിപ്പി കേട്ടോ. ഇതിൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ രസം പിന്നെ ക്യാബേജ് ഉപ്പേരി, ഈ ചിക്കൻ റോസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ നന്നായിട്ട് വാടി വരും കേട്ടോ. അതിനുശേഷം കണ്ട ഇങ്ങനെ ആവും. കണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. പക്ഷേ എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചില്ലേ ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കുക. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി 4 ചെറിയുള്ളില്ലേ അതെങ്കിലും എടുക്കാം കേട്ടോ. ഇടാനും മറന്നു പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ചെറിയുള്ളി കൂടി അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ മസാല നമുക്ക്
ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്, അത് ഓർമ്മ വേണം കേട്ടോ. കണ്ട, നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല സിമ്പിൾ കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക, മിക്സ് ചെയ്ത് കണ്ട്. കണ്ട, ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കണ്ട, നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല ഇതിലേക്ക്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. കണ്ട, ഇങ്ങനെ വേണമെങ്കിൽ ചിക്കൻ കുക്കായി നോക്കുക. കുക്കായാൽ ഇങ്ങനെ വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഡ്രൈ ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. എപ്പോഴും ഒരേപോലത്തെ അല്ലല്ലോ, ചിക്കനും മാറ്റി മാറ്റി ഉണ്ടാക്കിയിട്ട് എടുക്കണ്ടേ. ചിക്കൻ കുക്കായിട്ടില്ല, കുറച്ചുകൂടി കുക്കാവാനുണ്ട് കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പിലയും മല്ലിയില എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി കുക്കാവട്ടെ കേട്ടോ. കണ്ട, 5 മിനിറ്റ് ശേഷം മൂടി തുറന്നിട്ടുണ്ടേ. കണ്ട, ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇത്രയില്ല കേട്ടോ നമ്മൾ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.